Hello everyone, welcome back to Brilliance Academy's Maths class. 14th chapter ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കോർഡിനേറ്റ് ആക്സിസിൽ വരുന്ന സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ കുറച്ച് ഇക്വേഷൻസ് കാണാനും പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ കുറച്ച് കേസസ് നോക്കാനുമാണുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൽ. ആദ്യം തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ആൻ ആക്സിസ്. നമ്മുടെ എക്സ് ആക്സിസിനോടും വൈ ആക്സിസിനോടും ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ, പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ നോക്കാനായിട്ടുള്ളത്. ആദ്യം തന്നെ ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ഈസ് എക്സ് ഈക്വൽ ടു എ. വൈ ആക്സിസിനോട് പാരലൽ ആയിട്ട് കിടക്കുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഈക്വൽ ടു എ എന്നായിരിക്കും. ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ് ഇസ് വൈ ഈക്വൽ ടു ബി. എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ട് വരുന്ന ഇക്വേഷൻ, ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് വൈ ഈക്വൽ ടു ബി ആയിരിക്കും. വേർ എ കോമ ബി എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ്റെ അകത്ത് വരുന്ന ഒരു കോർഡിനേറ്റ് ആയിരിക്കും. ഇതേപോലെ പെർപെൻഡിക്കുലർ ആവുന്ന കേസിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ആണെങ്കിൽ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് വൈ ഈക്വൽ ടു ബി എന്നായിരിക്കും. ആൻഡ് അതേപോലെ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണെങ്കിലോ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എക്സ് ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ആക്സിസിന് പാരലൽ ആയാൽ വൈ ഈക്വൽ ടു ബി. അതുപോലെ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയാൽ വൈ ഈക്വൽ ടു ബി, എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയാൽ എക്സ് ഈക്വൽ ടു എ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ -2, -3 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് പാരലൽ ടു വൈ ആക്സിസ്. -2, -3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആകുമ്പോൾ ഇക്വേഷനാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് വൈ ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ വൈ ഈക്വൽ ടു ബി ആണ് ഇക്വേഷൻ. ഇവിടെ ഈ തന്ന പോയിന്റ്സിൽ എ ആണ് -2, ബി ആണ് -3. നമുക്ക് എന്ത് എഴുതാം? വൈ ഈക്വൽ ടു -3 ആയിരിക്കും നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ. ഇതേപോലെ ലൈൻ സപ്പോസ് വൈ ആക്സിസിനാണ് പാരലെങ്കിൽ ഇക്വേഷൻ എന്താണ് വരുന്നത്? എക്സ് ഈക്വൽ ടു എ ആണ്. എ ഇവിടെ -2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എക്സ് ഈക്വൽ ടു -2 ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഇത്, ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ വേരിയസ് സ്റ്റാൻഡേർഡ് ഫോംസ്. സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻസ്, നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൽ വരുന്ന സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻസിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോമുകൾ പഠിക്കാനുള്ളത്. 5 സ്റ്റാൻഡേർഡ് ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് എന്ത്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇവിടെ നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് ലൈനിൻ്റെ സ്ലോപ്പും അതുപോലെ വൈ ഇൻ്റർസെപ്റ്റുമായിരിക്കും നമുക്ക് തരുന്നത്. സപ്പോസ് നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനാണിത്. ആ ലൈനെ ഞാൻ തൽക്കാലം എ ബി എന്ന ലൈനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആ എ ബി നമ്മുടെ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. സപ്പോസ് ആ ലൈൻ ഉണ്ടാക്കുന്ന സ്ലോപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? എം എന്ന് വിളിക്കാം. അതുപോലെ ആ ലൈന് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ OD ആണ് നമ്മുടെ എന്ത്? വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് വൈ ഇൻ്റർസെപ്റ്റിന് തൽക്കാലം സി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ലൈനിൻ്റെ സ്ലോപ്പ് എമ്മും വൈ ഇൻ്റർസെപ്റ്റ് സിയും തന്നിട്ടുണ്ടെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോമുലയാണ് വൈ ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറയുന്നത്. വേറെ എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ അകത്തുള്ള ഒരു ആർബിട്രറി പോയിന്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ സിയും എമ്മും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് സ്ലോപ്പ് 4 ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് 0. നമുക്കിവിടെ ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. തന്നത് എന്താണ്? സ്ലോപ്പ്, അതായത് എം ഈക്വൽ ടു 4 ആണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ വൈ ഇൻ്റർസെപ്റ്റ് നമ്മൾ സി എന്നാണ് ഡിനോട്ട് ചെയ്തത്. സിയുടെ വാല്യൂ 0 ആണ് തന്നിട്ടുണ്ട്. അപ്പം സ്ലോപ്പും ഇൻ്റർസെപ്റ്റും തന്നാൽ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം വൈ ഈക്വൽ ടു mx പ്ലസ് സി ആണ് എഴുതേണ്ടത്. അപ്പോൾ വൈ ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എമ്മിന് 4 കൊടുത്താൽ 4 × x 4x ആണ്, പ്ലസ് സിക്ക് 0 കൊടുത്താൽ 4x പ്ലസ് 0, വൈ ഈക്വൽ ടു 4x എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം. രണ്ടാമത്തത് പോയിന്റ് സ്ലോപ്പ് ഫോം. നമുക്ക് ഇവിടെ തരുന്നത് നമ്മുടെ ലൈനിൻ്റെ അകത്തുള്ള ഒരു കോർഡിനേറ്റും ലൈനിൻ്റെ സ്ലോപ്പുമാണ് തരുന്നതെങ്കിലാണ് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കാണുക എന്നുള്ളത് നോക്കാം.
നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ അകത്ത് ഒരു ലൈന് ഞാൻ വരച്ചു. ആ ലൈനകത്തുള്ള ഒരു പോയിന്റ് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമുക്കറിയാം x1 y1 ആണ്. പി എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ആർബിട്രറി പോയിന്റ് എക്സ് കോമ വൈ ആണ്. ലൈനിൻ്റെ സ്ലോപ്പ് എം ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം എ x1 y1 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ആ ലൈനിൻ്റെ സ്ലോപ്പ് എം ആണെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. എക്സും വൈയും നേരത്തെ ഇതിലുള്ള ഒരു ആർബിട്രറി പോയിന്റ്സ്. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 2, -1 ആൻഡ് സ്ലോപ്പ് 2/3. നമുക്കിവിടെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. തന്നത് എന്താണ്? ആ ലൈനിനകത്തുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് x1 y1 ആണ് ഇവിടെ എത്ര തന്നത്? 2, -1 തന്നത്. കൂടാതെ എന്തും കൂടി തന്നിട്ടുണ്ട്? സ്ലോപ്പ് എം എന്ന് പറയുന്നത് 2/3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ആദ്യം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y മൈനസ് y1 is -1 ഈക്വൽ ടു എം 2/3 ഇൻറ്റു എക്സ് മൈനസ് x1 is 2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ബൈ 3 അങ്ങോട്ട് എടുത്താൽ 3 ഇൻറ്റു y പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് കിട്ടും. നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 3y പ്ലസ് 3 ഈക്വൽ ടു 2x മൈനസ് 4 എന്ന് കിട്ടും. അത് നമുക്ക് എല്ലാവരും ഇങ്ങോട്ടേക്ക് എടുക്കാം, കാരണം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ 2x മൈനസ് 4 മൈനസ് 3y മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് വരും. ഞാനിതിൽ 2x മൈനസ് 3y ആദ്യം എഴുതി. -4 -3 ഒരുമിച്ച് സോൾവ് ചെയ്താൽ നമുക്ക് -7 ഈക്വൽ ടു 0 എന്ന് കിട്ടും. Therefore, the equation of line is 2x minus 3y minus 7 equal to 0. ഇനി തേർഡ് ഫോം ആണ് അടുത്ത് നോക്കാനുള്ളത്, 2 പോയിന്റ് ഫോം. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് തരുന്നത് സ്ട്രെയിറ്റ് ലൈൻ്റെ അകത്തുള്ള 2 കോർഡിനേറ്റ്സ് ആയിരിക്കും. സപ്പോസ് നമ്മുടെ ലൈൻ, നമുക്ക് ഇക്വേഷൻ കാണേണ്ട സ്ട്രെയിറ്റ് ലൈന് എ x1 y1 എന്ന പോയിന്റിലൂടെയും ബി x2 y2 എന്ന കോർഡിനേറ്റിലൂടെയും പാസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നത്. y മൈനസ് y1 ഈക്വൽ ടു x2 മൈനസ് x1 y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നേരത്തെ പോലെ സോൾവ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. Find the equation of the line passing through the 3, -7 and -2, -5. ഇത് നമുക്ക് ഇവിടെ 2 കോർഡിനേറ്റ്സ് തന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് 2 പോയിന്റ് ഫോം ആണ്. അപ്പോൾ തന്നതിൽ ആദ്യത്തതിന് ഞാൻ എന്ത് ഡിനോട്ട് ചെയ്യാണ്? x1 y1 എന്നും രണ്ടാമത്തതിന് ഞാൻ x2 y2 എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷനകത്ത് വാല്യൂ കൊടുക്കുമ്പോൾ ആദ്യം y മൈനസ് y1 എന്ന് പറയുന്നത് -7 ഈക്വൽ ടു, ഇവിടെ y2 മൈനസ് y1 ദാറ്റ് ഈസ് -5 മൈനസ് -5 എന്ന് വരും. -5 മൈനസ് -7 എന്ന് വരും. അത് നമുക്ക് ചെയ്താൽ -5 പ്ലസ് 7 -5 പ്ലസ് 7 2 കിട്ടും. അപ്പോൾ ഇവിടെ 2 x2 മൈനസ് x1 എന്ന് പറയുമ്പം -2 -3, അപ്പോൾ -5 ഇൻറ്റു എക്സ് മൈനസ് x1 3 ആണ്. ബാക്കി റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ -5 ഇങ്ങോട്ടേക്ക് എടുത്താൽ ഇൻറ്റു y പ്ലസ് 7 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ്. ദാറ്റ് ഈസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5y -35 ഈക്വൽ ടു 2x മൈനസ് 6. അതേപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവ് ആക്കാൻ എല്ലാവരും അങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 2x മൈനസ് 6 പ്ലസ് 5y പ്ലസ് 35 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2x പ്ലസ് 5y. കോൺസ്റ്റൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റൻസ് -6 പ്ലസ് 35 ചെയ്യുകയാണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് 29 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. അടുത്തത് ഫോർത്ത് ടൈപ്പാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും ഉണ്ട്, വൈ ഇൻ്റർസെപ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈന് 2 ആക്സിസിൽ ഉണ്ടാക്കുന്ന ഇൻ്റർസെപ്റ്റ് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും അറിയാമെങ്കിൽ നമുക്ക് ആ ലൈൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് പറ്റും. അതാണ് എന്ത്? x/a പ്ലസ്
y by b equal to 1, where a എന്ന് പറയുന്നത് നമ്മുടെ x ഇന്റർസെപ്റ്റ് ആണ്, b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. എക്സിൻ്റെ താഴെ ഡിനോമിനേറ്ററിൽ എക്സ് ഇൻ്റർസെപ്റ്റും വൈയുടെ ഡിനോമിനേറ്ററിൽ വൈ ഇൻ്റർസെപ്റ്റുമാണ് വരിക. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇൻ്റർസെപ്റ്റ് ഫോം വരുന്നത് ലൈൻ്റെ ഇക്വേഷൻ കാണാനായിട്ട്. Find the equation of a line which cut off the intercepts 5 and -3 on x-axis and y-axis respectively. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിലും ലൈന് കട്ട് ചെയ്യുന്ന ഇൻ്റർസെപ്റ്റുകളാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ ലൈന് കട്ട് ചെയ്യുന്ന ഇൻ്റർസെപ്റ്റ് ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്, അതായത് എ എന്നാണ് ഡിനോട്ട് ചെയ്തത്. എയുടെ വാല്യൂ ആണ് 5. അതുപോലെ വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്നത് വൈ ഇൻ്റർസെപ്റ്റ്, അതായത് ബിയുടെ വാല്യൂ ആണ് നമുക്ക് -3 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ഇക്വേഷൻ? നമുക്കറിയാം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആണ് ഇൻ്റർസെപ്റ്റ് ഫോം വരുന്നത്. വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് ബൈ 5 പ്ലസ് വൈ ബൈ -3 ഈക്വൽ ടു 1. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -3x പ്ലസ് 5y ഹോൾ ഡിവൈഡഡ് ബൈ -15 ഈക്വൽ ടു 1 എന്നാണ്. ആ ഡിവൈഡഡ് ബൈ -15 ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 ഇൻറ്റു -15 -15 വരും. അപ്പോൾ ഇവിടെ -3xൻ്റെ സൈന് നെഗറ്റീവ്, അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇക്വേഷൻ്റെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 3x -5y, ഇവിടെ ഓൾറെഡി -15 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ലൈനിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് 5th സ്റ്റാൻഡേർഡ് ഫോം ആണിത്. പെർപെൻഡിക്കുലർ ഫോം അല്ലെങ്കിൽ നോർമൽ ഫോം എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ഫോം അല്ലെങ്കിൽ നോർമൽ ഫോം എന്നും പറയും. സപ്പോസ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൽ എക്സ് ആൻഡ് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് എ ബി. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഈ ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ നമുക്ക് തന്നത് ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒറിജിനിൽ നിന്നും ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഒറിജിനിൽ നിന്ന് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ആ ഡിസ്റ്റൻസ്, ഈ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ഞാൻ സ്മോൾ ലെറ്റർ പി എന്ന് ഡിനോട്ട് ചെയ്തു. ഒ പി എന്ന ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ പി എം. കൂടാതെ ആ സ്ട്രെയിറ്റ് ലൈൻ ഒ പി എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തു. ഈ ആംഗിളും ഈ ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി എന്നാണ് വരിക. എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി, വെർ പി ഇസ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ. ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ, ലൈനിലേക്കുള്ളത്. Alpha is the angle which this perpendicular makes with the positive direction of x-axis. Alpha എന്ന് പറയുന്നത് ഈ പെർപെൻഡിക്കുലർ ആൻഡ് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആൽഫ. ഇതാണ് പെർപെൻഡിക്കുലർ ഫോം. Find the equation of the line whose perpendicular distance from the origin is 6 units. And the perpendicular from the origin to the line makes an angle of 30 degree with the positive direction of x-axis. Okay, നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കാണാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തത്? പി എന്ന് ഡിനോട്ട് ചെയ്തത്. പി ആണ് 6. അതേപോലെ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ നമ്മുടെ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതിന് നമ്മൾ ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്തത്. ആൽഫയാണ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഈക്വൽ ടു പി. അപ്പോൾ ആൽഫയ്ക്കും പിക്കും വാല്യൂ കൊടുക്കുമ്പം എക്സ് കോസ് 30 ഡിഗ്രി പ്ലസ് വൈ സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 6 എന്ന് കിട്ടി. കോസ് 30 ഡിഗ്രിയുടെ വാല്യൂ √3/2ഉം സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ 1/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ് ഇൻറ്റു √3/2 പ്ലസ് വൈ ഇൻറ്റു 1/2 ഈക്വൽ ടു 6. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3/2x പ്ലസ് 1/2y ഈക്വൽ ടു 6 ആണ്. ഈ രണ്ട് ടേമിൽ ഡിവൈഡഡ് ബൈ 2 കോമൺ ഉണ്ട്. അപ്പോൾ ആ 2നെ കോമൺ എടുത്തിട്ട് √3x പ്ലസ് വൈ ഈക്വൽ ടു ആ 2നെ ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ അത് 6 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഈക്വൽ ടു 12 കിട്ടും. അങ്ങനെയാണ് നമുക്ക് √3x പ്ലസ് വൈ ഈക്വൽ ടു 12 എന്നുള്ള നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ കാണാനുള്ള 5 സ്റ്റാൻഡേർഡ് ഫോംസ്. അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാനുള്ളത് കൺവേർഷൻ ഓഫ് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ ടു
സ്റ്റാൻഡേർഡ് ഫോം. നമുക്ക് ഒരു ഇക്വേഷൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച 5 സ്റ്റാൻഡേർഡ് ഫോമിൽ ഒരു 3 സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് എന്ത്? കൺവേർഷൻ ഇൻറ്റു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. നമ്മൾ ആദ്യം പഠിച്ച സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം അതെന്തായിരുന്നു? y ഈക്വൽ ടു mx പ്ലസ് സി. സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ കാണാനുള്ള ഫോമുല. ഇതിലേക്ക് എങ്ങനെയാണ് നമുക്കൊരു ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിനെ മാറ്റാം, ജനറൽ ഫോമിനെ മാറ്റാം എന്നുള്ളത് നോക്കാം. ഒരു ലൈനിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന് ഈ ഒരു ഫോമിലായിരിക്കും ax പ്ലസ് by പ്ലസ് സി ഈക്വൽ ടു 0. നമുക്ക് വേണ്ടത് എന്താ? ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കണം, y ഈക്വൽ ടു ഫോമിലേക്ക് എത്തിക്കണം. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിൽ y വരുന്ന ടേമില്ല, ഇവിടെ എയും ബിയും സിയും ക്യാപിറ്റൽ എ ബി സി എല്ലാം കോൺസ്റ്റൻസ് ആണ് കേട്ടോ. ബി വൈ വരുന്ന y വരുന്ന ബി വൈനെ മാത്രം ഇവിടെ വെച്ച് ബാക്കി എല്ലാവരും ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ പ്ലസ് എ എക്സ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് എ എക്സ് പ്ലസ് സി ഇങ്ങോട്ട് വരുമ്പം മൈനസ് സി. നമുക്ക് y ഈക്വൽ ടു എന്ന് വേണ്ടത് കൊണ്ട് വൈനെ ഇവിടെ വെച്ചിട്ട് ഇൻറ്റു ബീനെ കൊടുക്കുമ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ ബി വരും. അപ്പോൾ മൊത്തത്തിൽ ഡിനോമിനേറ്റർ വരുന്ന ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പം മൈനസ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി എന്ന് കിട്ടും. ഇനി ഈ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇത് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലാണുള്ളത്. വേർ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മുടെ സ്ലോപ്പ് ആരാണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അതിവിടെ ആരാ? മൈനസ് എ ബൈ ബി. നമ്മുടെ ഇൻ്റർസെപ്റ്റ് y ഇൻ്റർസെപ്റ്റ് സി ഇവിടെ ആരാ? കോൺസ്റ്റൻറ്റ് ടേം അല്ലേ? അപ്പോൾ ഇവിടെ പ്ലസ് സി ആണ്. അപ്പോൾ ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് നമ്മുടെ വാല്യൂ എന്ത് വരും? മൈനസ് സി ബൈ ബി വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറൽ ഫോമിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത്. നമുക്കതൊരു പ്രോബ്ലം ആയിട്ടൊന്ന് ചെയ്തു നോക്കാം. റെഡ്യൂസ് ദ ഇക്വേഷൻ എക്സ് പ്ലസ് 7y മൈനസ് 4 ഈക്വൽ ടു 0 ടു ദ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. തന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അതായത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയിലേക്ക് മാറ്റാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എക്സ് പ്ലസ് 7y മൈനസ് 4 ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ഗിവൺ ഇക്വേഷൻ. 7yനെ മാത്രം അവിടെ വെച്ച് ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 7y ഈക്വൽ ടു പ്ലസ് എക്സ് ഇവിടെ വരുമ്പോൾ മൈനസ് എക്സ് മൈനസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 4. y ഈക്വൽ ടു എന്ന് വേണ്ടതുകൊണ്ട് 7 ഇങ്ങോട്ട് വരുമ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ 7 സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മൈനസ് 1/7 എക്സ് പ്ലസ് 4/7 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് ഗിവൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. വേണമെങ്കിൽ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സ്ലോപ്പ് മൈനസ് 1/7 ആണെന്നും y ഇൻ്റർസെപ്റ്റ് വരുന്ന 4/7 ആണെന്നും എഴുതാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിൽ അത് എടുത്ത് എഴുതാനും ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ കൺവേർഷനാണ് കൺവേർഷൻ ഇൻറ്റു ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കുള്ള കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇൻ്റർസെപ്റ്റ് ഫോം എന്തായിരുന്നു? എക്സ് ബൈ എ പ്ലസ് y ബൈ ബി ഈക്വൽ ടു 1. എക്സിൻ്റെ ഡിനോമിനേറ്ററിൽ എ എക്സ് ഇൻ്റർസെപ്റ്റും വൈയുടെ ഡിനോമിനേറ്ററിൽ ബി വൈ ഇൻ്റർസെപ്റ്റുമാണ്. ഈക്വൽ ടു വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. നേരത്തെ പോലെ ലൈൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് എന്ത് തന്നു? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. നമുക്ക് എക്സും വൈയും വരുന്ന ടേംസ് മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. കോൺസ്റ്റന്റ് ടേം അപ്പുറത്തേക്ക് പോകണം. അതിനുവേണ്ടി പ്ലസ് സീനും കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഈക്വൽ ടു എന്ത് ആവാനേ പാടുള്ളൂ? ആ കോൺസ്റ്റന്റ് ടേമിൽ എപ്പോഴും 1 ആവണം. അപ്പോൾ ഈ മൈനസ് സീനെ 1 ആവാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനെ മൈനസ് സി കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? എ എക്സ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ബൈ മൈനസ് സി ഈക്വൽ ടു ഇവിടെ മൈനസ് സി ബൈ സി ചെയ്താൽ 1 കിട്ടി. ഈക്വൽ ടു 1 ആയി. പക്ഷേ ഇതിനെ ഒന്നും കൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്താലേ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ വരാൻ പറ്റുള്ളൂ. കാരണം ന്യൂമറേറ്റർ എപ്പോഴും എക്സും വൈയും തന്നെ ആയിരിക്കണം. അതിനെന്ത് ചെയ്യാണ്? ഈ ഒരു ഫ്രാക്ഷനിലെ എക്സിൻ്റെ കൂടെ ന്യൂമറേറ്ററിനെ ഞാൻ എടുത്ത് സിയുടെ ഡിനോമിനേറ്റർ ആയിട്ടും ബീനെ എടുത്തിട്ട് മൈനസ് സിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാണ്. അപ്പോൾ എന്ത് കിട്ടും? ഇതാ എക്സ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ ഈ ഒരു ജനറൽ ഇക്വേഷൻ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ നമ്മുടെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സി ബൈ എയും വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് മൈനസ് സി ബൈ ബിയുമായിരിക്കും വരിക. ഈ ഒരു കൺവേർഷൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. റെഡ്യൂസ് 3x പ്ലസ് 5y ഈക്വൽ ടു 7 into the intercept form and find its intercepts on the axis. നമുക്കിവിടെ 2 കാര്യം ചെയ്യാണ്ട്. ഒന്ന്, ഈ ജനറൽ ഇക്വേഷൻ നമുക്ക് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റവും വേണം. ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ 2 ഇൻ്റർസെപ്റ്റുകൾ എടുത്ത് എഴുതും വേണം.
നമുക്കൊന്ന് ഗിവൺ ഇക്വേഷനെ ഒന്ന് എടുത്ത് എഴുതാം. ഗിവൺ ഇക്വേഷൻ 3x + 5y = 7. ആദ്യം എന്ത് ചെയ്യണം? നമുക്കറിയാം ഈക്വൽ ടു എപ്പോഴും ഇൻ്റർസെപ്റ്റിൽ ഈക്വൽ ടു 1 ആവണം. അതിനു വേണ്ടി ഈ സൈഡ് നമ്മൾ 1 ആക്കാൻ ഈ ഇക്വേഷൻ മൊത്തത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ വരും? 3/7x + 5/7y = 7/7 1. നേരത്തെ പോലെ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x/a + y/b = 1 ആണ്. അപ്പോൾ മുകളിൽ x മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ന്യൂമറേറ്ററിൽ നിന്നുമുള്ള /7 ഈ 3നെ എടുത്തിട്ട് 7/3 എന്ന് എഴുതി, പ്ലസ് y/7 ഉണ്ട്, ന്യൂമറേറ്ററിൽ 5 എടുത്ത് /5 = 1. ഇപ്പം നമ്മൾ എന്തായി? ഇതിന് നമുക്ക് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കിട്ടി. അപ്പോൾ ഇനി കൺവേർട്ട് ചെയ്തതിനു ശേഷം ഇൻ്റർസെപ്റ്റ് എടുത്ത് എഴുതണം. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻ്റർസെപ്റ്റ് എക്സിന് താഴെ വരുന്ന വാല്യൂ അത് എത്രയാണ്? 7/3 ആണ്. ഇതേപോലെ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? വൈയുടെ ഡിനോമിനേറ്ററിലെ വാല്യൂ ദാറ്റ് ഈസ് 7/5 ആണ്. ഓക്കെ, ഇനി തേർഡ് കൺവേർഷൻ ആണ് കൺവേർഷൻ ഇൻറ്റു പെർപെൻഡിക്കുലർ ഫോം അല്ലെങ്കിൽ നോർമൽ ഫോം. എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് ജനറൽ ഫോമിൽ നമുക്ക് പെർപെൻഡിക്കുലർ ഫോമിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഓൺ ദ ലൈൻ √3x - y + 2 = 0 and also find the inclination of the perpendicular from the origin. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കാണാം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, അതാണ് നമ്മുടെ പിയുടെ വാല്യൂ കാണാം. അതേപോലെ തന്നെ ഇൻക്ലിനേഷൻ ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ ദാറ്റ് ഈസ് ആൽഫ, പിയുടെയും ആൽഫയുടെയും വാല്യൂ കാണാം. അതിന് പക്ഷേ ഇത് ആ ഒരു പെർപെൻഡിക്കുലർ ഫോമിൽ അല്ലുള്ളത്. പെർപെൻഡിക്കുലർ ഫോം എന്ന് പറയുന്നത് x cos ആൽഫ പ്ലസ് y sin ആൽഫ = p എന്നായിരുന്നു. അപ്പോൾ ഇത് ജനറൽ ഫോമിൽ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആ ഒരു ഫോമിലേക്ക് മാറ്റാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗിവൺ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? √a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഈ ഇക്വേഷനെ മൊത്തത്തിൽ. ഇനി എയും ബിയും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ, വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് ബി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് √3 ആണ്. അപ്പോൾ √3² പ്ലസ് ബി എന്ന് പറയുന്ന വൈയുടെ കോഎഫിഷ്യൻറ്റ് -1 വരുന്നുണ്ട്, -1² ചെയ്യുമ്പോൾ √3² 3 ആണ്, -1² 1 ആണ്. 3 + 1 √4 = 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് √a² + b² വാല്യൂ 2 കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട്. അപ്പോൾ നമുക്ക് √3/2 x - 1/2y പ്ലസ് ഇവിടെ 2/2 1 = 0 എന്ന് കിട്ടി. നമ്മുടെ ജനറൽ ഇക്വേഷനിൽ നമ്മൾ കോൺസ്റ്റന്റ് ടേം ഇക്വേഷൻ അപ്പുറത്ത് വരണം. അതുകൊണ്ട് ഇവിടെയുള്ള +1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. അപ്പോൾ √3/2 x - 1/2y = -1. പക്ഷേ ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അപ്പോൾ നെഗറ്റീവ് -1 വരാൻ പാടില്ല. അപ്പോൾ അതിന് പോസിറ്റീവ് ആക്കാൻ ഞാൻ ഇക്വേഷൻ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ്റെ സൈനൊക്കെ നേരെ റിവേഴ്സായി. -√3/2x + 1/2y = 1 എന്ന് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മുടെ മുകളിലെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ് ആൽഫയുടെ വാല്യൂ എത്ര വരും? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ, എക്സിൻ്റെ കൂടെ ഉള്ളതാണ് കോസ് ആൽഫ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ ആരാളുള്ളത്? -√3/2. ഇതേപോലെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈൻ ആൽഫ ആരുടെ കൂടെ ഉള്ള? വൈയുടെ കൂടെ ഉള്ള. അപ്പോൾ വൈയുടെ കൂടെ ഇവിടെ 1/2 ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ജനറൽ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് പിയുടെ വാല്യൂ 1 കിട്ടി, ആൽഫയും ആൽഫ എന്താണെന്ന് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് ആൽഫ -√3/2 ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് -√3/2 ആണ്. അതേപോലെ ഇവിടെ സൈൻ ആൽഫയുടെ കേസിൽ ആൽഫയുടെ വാല്യൂ വരുന്നത് സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടുത്തെ രണ്ട് കേസിലും ആൽഫ വാല്യൂസ് വരുന്നത് കോസിൻ്റെ നെഗറ്റീവ് വാല്യൂവും സൈനിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ 4 ക്വാഡ്രൻസ് ഉണ്ടല്ലോ, 4 ക്വാഡ്രൻസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ ആർ പോസിറ്റീവ്, സൈൻ കോസ് ടാൻ മൂന്നും പോസിറ്റീവാണ്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എസ്, അതായത് സൈന് മാത്രമാണ് പോസിറ്റീവ്, ബാക്കി ടാനും കോസും നെഗറ്റീവാണ്.
തേർഡ് ക്വാഡ്രന്റിൽ ടി, ടാൻ പോസിറ്റീവ്, സൈനും കോസും നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ സി, കോസ് പോസിറ്റീവ്, ബാക്കി സൈനും ടാനും നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നോക്ക്, കോസ് നെഗറ്റീവും സൈൻ പോസിറ്റീവും അതേത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഈ ആൽഫയുടെ വാല്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് √3/2 എടുക്കുക. ഇവിടെ അതുപോലെ ആൽഫയുടെ വാല്യൂ കാണാൻ പൈ മൈനസ് സൈൻ 1/2 എടുത്താൽ മതി. സോറി, സൈൻ ഇൻവേഴ്സ് 1/2 എടുത്താൽ മതി. അപ്പോൾ കോസ് ഇൻവേഴ്സ് √3/2യുടെ വാല്യൂ π/6 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? പൈ മൈനസ് π/6 ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6π മൈനസ് π/6 ദാറ്റ് ഇസ് 5π/6 കിട്ടും. ഇവിടെ അതേപോലെ തന്നെ പൈ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2യുടെ വാല്യൂവും π/6. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? π/6 കിട്ടും. അപ്പോൾ ആൽഫയുടെ വാല്യൂ എത്രയാണ്? π/6. സോറി 5π/6. പിയുടെ വാല്യൂ നമുക്ക് 1ഉം കിട്ടി. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ജനറൽ ഇക്വേഷനിൽ എക്സ് കോസ് ആൽഫ പ്ലസ് സൈൻ വൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് കോസ് 5π/6 പ്ലസ് വൈ സൈൻ 5π/6 ഈക്വൽ ടു 1. നമ്മളോട് പിയുടെയും ആൽഫയുടെയും വാല്യൂ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂ എന്ത് കിട്ടി? പി ഈക്വൽ ടു 1 ആണ്. ആൽഫയുടെ വാല്യൂ വരുന്നത് 5π/6 ആണ്. ഇനി ഡിഗ്രി മെഷറിൽ എഴുതണം എന്നുണ്ടെങ്കിൽ പൈക്ക് 180 കൊടുത്ത് സോൾവ് ചെയ്യുമ്പം 5 × 180/6 ചെയ്താൽ 150 ഡിഗ്രി കിട്ടും. ആൻഡ് ദ ലെങ്ത് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഫോമിലേക്ക് കൺവേർഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത സെക്ഷനാണ് ഡിസ്റ്റൻസ് ഓഫ് എ ഗിവൺ പോയിന്റ് ഫ്രം എ ഗിവൺ ലൈൻ. നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൽ കിടക്കുന്ന ഒരു ലൈനിൽ നിന്നും ആ കോർഡിനേറ്റ് ആക്സിസിലുള്ള മറ്റൊരു പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് ആൻഡ് വൈ ആക്സിസ്, എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ QR എന്ന് പറയുന്ന ലൈൻ. ഈ ആക്സിസ്, ഈ ഒരു കോർഡിനേറ്റിൽ തന്നെയുള്ള മറ്റൊരു പോയിന്റ് പി ഞാൻ എടുത്തിട്ടുണ്ട്. പിയുടെ കോർഡിനേറ്റ്സ് x1 y1 ആണ്. അങ്ങനെയാണെങ്കിൽ പിയിൽ നിന്ന് ഈ ലൈനിലേക്ക് ഞാൻ വരച്ചു ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിന് ഞാൻ എങ്ങനെ ഡിനോട്ട് ചെയ്തു? സ്മോൾ ലെറ്റർ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ് എൽ ബി ദ ലൈൻ AX + BY + C = 0. നമ്മുടെ ലൈൻ QR എന്ന ലൈനിൻ്റെ ഇക്വേഷൻ ആണ് AX + BY + C = 0 എന്ന് പറയുന്നത്. ആൻഡ് L intersects X and Y axis at R and Q respectively. ആറിലും ക്യൂവിലും നമ്മുടെ ലൈന് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ് P(x1, y1) be a point on the plane. നമ്മൾ പ്ലെയിനിലുള്ള മറ്റൊരു പോയിന്റ് P എടുത്തു. D be the perpendicular distance from P to the line L. പിയിൽ നിന്ന് ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി കാണാനുള്ള ഫോർമുലയാണ് എന്ത്? ഡി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് AX1 + BY1 + C ഡിവൈഡഡ് ബൈ √(a² + b²). അതായത് നമ്മൾ ലൈൻ്റെ ഇക്വേഷനിലെ AX + BY + C എന്ന ഇക്വേഷൻ്റെ അകത്ത് ഗിവൺ പോയിന്റ്സ് ആയിട്ടുള്ള x1 y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ എന്തോടെ ഡിവൈഡ് ചെയ്യണം? നമ്മൾ ലൈൻ്റെ ഇക്വേഷൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് റൂട്ട് എടുക്കണം. അതുകൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അതുപോലെ ഡിസ്റ്റൻസ് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ മോഡുലസ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഒരു പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. ഈ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 2, 3 ഫ്രം 3x + 2y + 4 = 0. നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? 3x + 2y + 4 = 0. ആ ലൈനിൽ നിന്ന് 2, 3 അതായത് x1 y1 എന്ന ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്തത് ഡി എന്നായിരുന്നു. അപ്പോൾ ഡി ഈക്വൽ ടു നമുക്ക് മോഡുലസ് എടുക്കണം. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഗിവൺ ഇക്വേഷൻ്റെ അകത്ത് എക്സിനും വൈക്കും പകരം തന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ x 2 y 3 ആണ്. അപ്പോൾ 3 × ഇതിൽ x 2 കൊടുത്തു പ്ലസ് 2 × yക്ക് 3 കൊടുത്തു പ്ലസ് 4. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? √() നമ്മളെ ലൈൻ്റെ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസിൻ്റെ സ്ക്വയർ കൊണ്ട്, അതായത് 3² + 2² എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 6 + 6 + 10 എന്ന് വരും. അതായത് 16 √()
3 സ്ക്വയർ 9 ആണ്, പ്ലസ് 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 9 + 4 ചെയ്താൽ 13 വരും. 16/√13. മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. ഡിസ്റ്റൻസ് എന്ത് വരും? 16/√30 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണുന്നത്. അടുത്ത സെക്ഷൻ, ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ഗിവൺ ലൈൻ. ഓക്കെ, നമ്മുടെ കോർഡിനേറ്റ് ആക്സിസിൻ്റെ അകത്ത് ഒരു ലൈൻ സേ L1 എന്ന് പറയുന്ന ഒരു ലൈൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ ലൈനിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് AX + BY + C = 0 എന്നാണ്. ഈ ലൈനോട് പാരലൽ ആയിട്ട് ഞാൻ മറ്റൊരു ലൈൻ എടുത്തു. സി അതിന് ഞാൻ L2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൈൻ L2വിൻ്റെ എന്ത് കാണണം? ഇക്വേഷൻ കാണണം. അപ്പോൾ ഒരു ലൈന് പാരലൽ ആയിട്ട് വരുന്ന മറ്റൊരു ലൈന്, അപ്പോൾ നേരത്തെ L1ൻ്റെ ഇക്വേഷൻ AX + BY + C = 0 ആണ്. അപ്പോൾ ഈ ലൈന് പാരലൽ ആയിട്ട് വരുന്ന L2യുടെ ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? AX + BY + K = 0 എന്നായിരിക്കും വരിക. എന്തിലേ ചേഞ്ച് ഉള്ളൂ? ജസ്റ്റ് കോൺസ്റ്റൻറ്റിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കി AX + BY എന്ന് പറയുന്ന ടേംസ് സെയിം ആണ്. ജസ്റ്റ് അവിടെ ഇക്വേഷൻ മാറുന്നത് ആ ഒരു കോൺസ്റ്റൻറ്റിൽ മാത്രമായിരിക്കും മാറ്റം വരുന്നത്. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു ലൈൻ്റെ ഇക്വേഷൻ AX + BY + C = 0 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ആ ലൈൻ്റെ ഇക്വേഷന് AX + BY + K = 0 എന്ന് എടുക്കാം. അപ്പം ഒരു ലൈന് മറ്റൊരു ലൈനോട് പാരലൽ ആണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷനിൽ എന്താണ് വ്യത്യാസം? എന്തൊക്കെയാണ് ചേഞ്ച് സംഭവിച്ചത്? കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ ദ സെയിം അല്ല, ഇവിടെ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് സെയിം, ഒരു മാറ്റമില്ല. കോൺസ്റ്റൻസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ആർ ഇവാലുവേറ്റഡ് ഫ്രം ദ ഗിവൺ കണ്ടീഷൻസ്. എന്തിലേ വ്യത്യാസമുള്ളൂ? കോൺസ്റ്റൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഗിവണിൽ സിയും നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ്റെ ഇക്വേഷന് ഞാൻ K കോൺസ്റ്റന്റ് K ആയിട്ട് എടുത്തത്. ഇനി നമുക്ക് ആ K കണ്ടുപിടിക്കാം. നമുക്ക് എന്തെങ്കിലും ഗിവൺ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. സപ്പോസ് ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് X, Y തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് ഇതിൽ കൊടുത്ത് സോൾവ് ചെയ്ത് നമുക്ക് Kയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് ചെയ്ത് നോക്കാം. Find the equation of straight line which passes through the point 1, 2 and which is parallel to the straight line 2x + 3y + 6 = 0. എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കാണണം. വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് 1, 2. 1, 2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റിനെ x, y എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് വിച്ച് ഇസ് പാരലൽ ടു ദ സ്ട്രെയിറ്റ് ലൈൻ 2x + 3y + 6 = 0. ഈ ഒരു ലൈൻ, ഈ ഇക്വേഷനിലെ ലൈനോട് പാരലൽ ആയിട്ട് വരുന്ന ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? എക്സ് ആൻഡ് വൈക്ക് ഒരു വ്യത്യാസവും ഇല്ല, അത് എന്ത് തന്നെ വരും? 2x + 3y തന്നെ വരും, പ്ലസ് കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം വരും. ഇവിടെ 6 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് K എന്ന് കൊടുക്കാം. പക്ഷേ ഈ Kയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോർഡിനേറ്റ്സ് തന്നത്. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് കൊടുക്കുക? 1ഉം വൈക്ക് 2ഉം കൊടുക്കുക ഈ ഇക്വേഷനിൽ. അപ്പോൾ എന്ത് കിട്ടും? 2 × 1 2 പ്ലസ് വൈക്ക് 2 കൊടുക്കുമ്പോൾ 3 × 2 6 പ്ലസ് K = 0. ദാറ്റ് ഈസ് 8 + K = 0 ആണ്. ആൻഡ് Kയുടെ വാല്യൂ എന്ത് കിട്ടി? -8 കിട്ടി. therefore നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? therefore the equation will be 2x + 3y. ഈ ഇക്വേഷനിൽ Kക്ക് -8 കൊടുക്കുമ്പോൾ -8 = 0. ഇതായിരിക്കും പാരലൽ ആയിട്ട് വരുന്ന ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ ഇതേപോലെ ഒരു ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിൻ്റെ മറ്റൊരു ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. സപ്പോസ് നമ്മുടെ ഗിവൺ ലൈൻ നേരത്തെ പോലെ ഞാൻ എന്തെന്ന് എടുത്തു? AX + BY + C = 0 എന്ന് എടുത്തു. ഈ ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ പക്ഷേ വരുന്നത് ഇങ്ങനെയായിരിക്കും: BX - AY + K = 0. ഇവിടെ എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്? എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ വൈയുടെ സൈനിനും എന്ത് വന്നിട്ടുണ്ട്? ചേഞ്ച് വന്നിട്ടുണ്ട്. പ്ലസ് നേരത്തെ പോലെ തന്നെ കോൺസ്റ്റൻസും എന്താവുന്നുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ 3 ചേഞ്ചസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ്? ഇൻ്റർചേഞ്ച് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ആവും. ചേഞ്ച് ദ സൈൻ ഓഫ് വൺ ഓഫ് ദം. അതിൽ വൈയുടെ സൈൻ എന്താവുന്നുണ്ട്? നേരെ മാറുന്നുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. അതേപോലെ തന്നെ ലാസ്റ്റ് എന്തും വേണം? കോൺസ്റ്റൻറ്റും എന്താവുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലർ ആവുന്ന കേസിലുള്ള ഇക്വേഷൻ വരുന്നത്.
Find the equation of line which passes through the point 1, 2 and is perpendicular to the line 2x plus 3y plus 6 equal to 0. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇപ്പം 2x plus 3y plus 6 equal to 0 എന്ന് പറയുന്ന ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാം. ഇവിടെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? എക്സിൻ്റെ വൈയുടെ കോയിഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പം 3xും 2y ആയിരിക്കും വരിക. കൂടാതെ വൈയുടെ സൈൻ ഇൻ്റർചേഞ്ച് ആവും, നല്ല റിവേഴ്സ് ആവും. ഇവിടെ പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് പ്ലസ് കോൺസ്റ്റൻറ്റ് മാറും. ഞാൻ അതിനെ കെ എന്ന് എടുത്തു. ബാക്കിയുള്ള നേരത്തെ പോലെ നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ എക്സിന് 1ഉം കൊടുക്കുക, വൈക്ക് 2ഉം കൊടുത്തിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 3 × 1 3 മൈനസ് 2 × 2 4 പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ 3 - 4 ചെയ്താൽ -1 പ്ലസ് കെ ഈക്വൽ ടു 0 ആൻഡ് കെ ഈക്വൽ ടു 1 എന്ന് കിട്ടി. Therefore നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? 3x minus 2y കെക്ക് 1 കൊടുക്കുമ്പോൾ പ്ലസ് 1 ഈക്വൽ ടു 0. ഇതായിരിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതേപോലെ നമുക്കിനി രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണാമെന്നുള്ളത് കൂടി നോക്കാം. ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 ലൈൻസ്. നോക്കൂ, ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്, L1ഉം L2 ഉണ്ട്. L1ൻ്റെ ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0 എന്നും L2ൻ്റെ ഇക്വേഷൻ a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0 എന്നുമാണ്. ആ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സേ h, k. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലൂടെ ഇനിയും ഒരുപാട് നമ്പർ ഓഫ് ലൈൻസ് ഇനിയും പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്? a1x പ്ലസ് b1y പ്ലസ് c1 പ്ലസ് ലാംഡ ഇൻറ്റു a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. രണ്ടാമത്തെ ലൈൻ്റെ ഇക്വേഷന് ലാംഡ എന്നൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇതിൽ നമുക്ക് ഈ ലാംഡാൻ്റെ വാല്യൂ കാണാനായിട്ട് പറ്റും. അതിനെന്ത് ചെയ്താൽ മതി? ടു ഫൈൻഡ് ലാംഡ, സബ്സ്റ്റിറ്റ്യൂട്ട് x ഈക്വൽ ടു h ആൻഡ് y ഈക്വൽ ടു k ഇൻ ദ ഇക്വേഷൻ. അതായത് നമ്മുടെ ഈ ഇക്വേഷൻ്റെ അകത്ത് ഈ രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന h, k എന്ന പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം എച്ചും വൈയുടെ സ്ഥാനത്തെല്ലാം കെയുടെ വാല്യൂ കൊടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാംഡാൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇത് സോൾവ് ചെയ്താൽ ആ ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ കിട്ടും. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് the lines x plus y plus 1 equal to 0 and 2x minus y plus 7 equal to 0 and containing the point 1, 2. ഈ രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് 1, 2. ആ ഇൻ്റർസെക്ഷനിലൂടെ പോകുന്ന ബാക്കി ലൈൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് കാണാം. അതെന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ എടുത്ത് എഴുതുക, x പ്ലസ് വൈ പ്ലസ് 1 പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ലൈൻ്റെ ഇക്വേഷൻ 2x മൈനസ് വൈ പ്ലസ് 7 ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ ഇതിൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 2ഉം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 പ്ലസ് 2 പ്ലസ് 1 ചെയ്താൽ 4 കിട്ടും. പ്ലസ് ലാംഡ ഇൻറ്റു ഇവിടെ 2x എന്ന് പറയുമ്പം 2 ഇൻറ്റു 1 2 മൈനസ് 2 0 പ്ലസ് 7 എന്ന് പറയുമ്പോൾ ഇവിടെ ലാംഡ ഇൻറ്റു 7 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 4 പ്ലസ് 7 ലാംഡ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടുന്ന് 7 ലാംഡ ഈക്വൽ ടു പ്ലസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ -4 കിട്ടും. ഹെൻസ് ലാംഡ ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ 7 കിട്ടി. ഇനി ലാംഡയുടെ വാല്യൂ തിരിച്ച് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? x പ്ലസ് വൈ പ്ലസ് 1 ഇവിടെ -4/7 ആണ്. അപ്പോൾ ലാംഡയ്ക്ക് പകരം അത് കൊടുക്കുമ്പോൾ ഇവിടെ സൈനും -4/7 ഇൻറ്റു ബാക്കി എന്ത് വരും? 2x മൈനസ് വൈ പ്ലസ് 7 ഈക്വൽ ടു 0. ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷൻ ആക്കി എടുക്കണം. ഞാൻ ഈ 7നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 1 മൈനസ് 4 ഇൻറ്റു 2x മൈനസ് വൈ പ്ലസ് 7 ഹോൾ ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 0. ആ ഹോൾ ഡിവൈഡഡ് ബൈ 7 ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 0 ഇൻറ്റു 7 0 ആയിപ്പോവും. പിന്നെ ഇവിടെ ഈ 7 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7x പ്ലസ് 7y പ്ലസ് 7 മൈനസ് 4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -8x പ്ലസ് 4y മൈനസ് 28 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി 7x മൈനസ് 8x ചെയ്താൽ -x കിട്ടും.
7y പ്ലസ് 4y ചെയ്താൽ പ്ലസ് 11y കിട്ടും. 7 മൈനസ് 28 ചെയ്താൽ മൈനസ് 21 ഈക്വൽ ടു 0. നമുക്ക് എക്സിൻ്റെ സൈൻ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഫുൾ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് 11y പ്ലസ് 21 ഈക്വൽ ടു 0 എന്നായിരിക്കും ആ ഫാമിലി ഓഫ് ലൈൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു.